22 ക്വസ്റ്റ്യൻ ഞാൻ അങ്ങ് എടുത്ത്. ഓക്കെ, 22. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എത്ര ചോദ്യം വന്നടാ? നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എത്ര ചോദ്യം വന്നു? അടിച്ചു മോനെ 22. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് മാർച്ച് 25 എടുത്ത ഫസ്റ്റ് ക്ലാസ്സിലെ പുതുതായിട്ട് വന്നവരറിയാൻ വേണ്ടി പറയാണ്. 20 വയസ്സിൽ ഇന്ദുവിന്റെ ഇന്ത്യൻ ബ്രദർ സൗത്ത് ആഫ്രിക്കയിലെ അമ്മ എന്ന് നമ്മൾ പഠിച്ചു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ എൻട്രിയുടെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGS നിലവാരത്തിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന LGS നിലവാരത്തിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നു? എൻട്രിയിൽ നിന്നാണ് മൊത്തം കറണ്ട് അഫയേഴ്സും വന്നേക്കുന്നത്. എന്നാൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടി? അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് അർച്ചന മിസ്സിന്റെ ജയകൃഷ്ണ സാറിന്റെ ക്ലാസ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്തവർക്ക് എത്രത്തോളം ഗുണമുണ്ടായി നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ്, ഇതിനപ്പുറം ചാടിക്കളന്നവരാണ് KK ജോസഫ്. അതായത് ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചവർ ഇതിന്റെ അപ്പുറം ചാടിക്കളന്നിരിക്കും അല്ലെ? സംശയമുണ്ടോ? നമ്മുടെ കമന്റ് ബോക്സിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് കണ്ടവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾക്ക് ഇതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതിന്റെ താഴെ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് തന്നെ വന്ന ചോദ്യമാണ് 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ളയാണോ, C അച്യുത മേനോനാണോ, EMS നമ്പൂതിരിപ്പാടാണോ, PK വാസുദേവൻ നായരാണോ? ആരാണ് എന്നാണ് ചോദിച്ചത്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ മാർച്ച് 24 കറണ്ട് അഫയേഴ്സ് പഠിച്ചപ്പോൾ, അതായത് മാർച്ച് 25 ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ആണ് എന്റെ. ആ ക്ലാസ്സിൽ വന്ന ചോദ്യമാണിത്. ചുവടെ നൽകിയിരിക്കുന്നതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏത്? 1.25 കോടി മലയാളികൾ. അന്ന് നമ്മൾ പറഞ്ഞു EMS ഓർമ്മയായിട്ട് 25 വർഷമാണ്. അതുകൊണ്ട് EMSന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ തിരിച്ചു മറിച്ചും ഒക്കെ വരുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ആണ്ടെ തിരിച്ചു വന്നു. 1.25 കോടി മലയാളികൾ രചിച്ച ആര്? നേരെ തിരിച്ചു ചോദ്യം വന്നു. ഏതാണ്? EMS നമ്പൂതിരിപ്പാട്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ചോദ്യം ഇവിടുന്ന് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം. നമ്മൾ ഏഷ്യൻ ഗെയിംസ് ഹോട്ട് ടോപ്പിക് ആയിട്ട് എടുത്തു വെച്ച് പഠിച്ചതാണ്. ഓക്കെ, കുറെ അധികം ക്ലാസ്സുകളിൽ നമ്മൾ ഇത് റിവിഷനും ചെയ്തിട്ടുണ്ട്. കുറെ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്ലാസ്സുകളിൽ കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യവും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വന്ന ചോദ്യമാണ് ചൈന. ഓക്കെ, ഇനി ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ PYQ ആണ്. നമ്മളത് പ്രാക്ടീസും ചെയ്തതാണ്. 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് രാജ്യത്താണ്? ചൈന. PSC ചോദിച്ച ചോദ്യമാണ്. നമ്മൾ മാർച്ച് 20 ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത സമത്വ സമാജം. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് GK ആണ്. നമ്മൾ ഒരു ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സും റിലേറ്റഡ് ആയിട്ട് വന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സമത്വ സമാജം ഇവിടെ ചോദിക്കാൻ കാരണം വൈകുണ്ഠസ്വാമി ആയതുകൊണ്ടാണ്. വൈകുണ്ഠസ്വാമിയാണ് നമ്മുടെ ചാന്നാർ ലഹളയ്ക്ക് ആദ്യകാലങ്ങളിൽ നേതൃത്വം നൽകിയ ആള്. ഓക്കെ, അപ്പൊ ചാന്നാർ ലഹള നടന്നിട്ട് 200 വർഷം ആയിട്ടുണ്ട്. 200 വർഷം ആയപ്പോഴത്തേക്ക് അതിന് നേതൃത്വം നൽകിയ ആള് വൈകുണ്ഠസ്വാമികൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം, ചോദിക്കും. അന്ന് ഇതേ കണക്ക് തന്നെ വൈകുണ്ഠസ്വാമിയുടെ ഒരു ചോദ്യം വന്നപ്പോഴും നമ്മൾ പറഞ്ഞതാണ് വൈകുണ്ഠസ്വാമികൾ ഇനി വരാൻ സാധ്യതയുണ്ട് എന്ന്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വന്ന 2ാമത്തെ ചോദ്യമാണ്. അപ്പൊ ഇത് ഓക്കെ അല്ലേ? അപ്പൊ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്ക. സമതല തെറ്റിയ വൈകുണ്ഠർ പന്തിയിൽ തൈ നെട്ടു എന്ന് പഠിച്ചേക്കണം കേട്ടോ. സമതല തെറ്റിയ വൈകുണ്ഠർ പന്തിയിൽ തൈ നട്ടു. ഓക്കെ, അപ്പൊ സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണ്. പന്തി ഭോജനം തൈക്കാടായി ആണ്. അതും കൂടെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ അല്ലേ? അടുത്തത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഇത് നമ്മൾ ജാലിയൻവാലാബാഗിന്റെ സ്മരണയ്ക്ക് ആ വാർഷികം ആഘോഷിച്ചപ്പോഴത്തേക്ക് ആ ദിവസത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പറഞ്ഞാണ്. ഏപ്രിൽ 13 കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചപ്പം ജാലിയൻവാലാബാഗ് നമ്മൾ കൂട്ടക്കൊലയെ പറ്റി പറഞ്ഞാണ്. റൗലറ്റ് ആക്ടിനെ പറ്റി അന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്ലാസിന്റെ സ്ലൈഡ് ആണിത്. ഓക്കെ, അപ്പൊ ജാലിയൻവാലാബാഗിന് 105ാം വാർഷികമായിരുന്നു. ആ ദിവസം പത്രത്തിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. ആ പത്ര കട്ടിങ്സ് തന്നെ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ എത്ര ചോദ്യമായി? 3 ചോദ്യമായിട്ടുണ്ട്. 3 ചോദ്യമായിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ്. ഇനി G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? G20 രാജ്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. മെയ് 13 കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചതാണ്.
അത് കൂടാതെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ എത്ര പ്രാവശ്യം G20 പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ലൈവ് ക്ലാസ് നമ്മുടെ മെയ് 18 അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ലൈവ് ക്ലാസ് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി. അതിൽ ലൈവ് കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത് വെറുതെ ആണോ എന്ന്. കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാ പിള്ളേരെല്ലാം ഉത്തരം പറയുന്നുണ്ട് അത് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ളവർ അവിടെ പോയി നോക്കിയാൽ അത് റെക്കോർഡ് ആയതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ G20 നമ്മൾ ഹോട്ട് ടോപ്പിക് ആയിട്ട് പഠിച്ചതാണ്. മാത്രമല്ല നമ്മുടെ ക്ലാസ്സിൽ ഇതിന് കോഡും പറഞ്ഞതാണ്. 20 വയസ്സിൽ ഇന്ദുവിന്റെ ഇന്ത്യൻ ബ്രദർ സൗത്ത് ആഫ്രിക്കയിലെ അമ്മ, ഈ ഒരു കോഡ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ 20 വയസ്സിൽ ഇന്ദുവിന്റെ ഇന്ത്യൻ ബ്രദർ സൗത്ത് ആഫ്രിക്കയിലെ അമ്മ എന്ന് കോഡ് ഞാൻ ഒരു 100 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ G20യുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയെ ചോദിച്ചിരിക്കുന്നത്. G20 ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീല്. അപ്പൊ ഇവിടെ നമുക്ക് ഈ കോഡ് ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാണ്. G20 ആണ് നമ്മളിവിടെ 20 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, G20 20 വയസ്സിൽ ഇന്ദുവിന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്തോനേഷ്യ. ഓക്കെ, ഇന്ത്യൻ ബ്രദർ, അപ്പൊ ഇന്ത്യ, ബ്രദർ എന്ന് പറയുമ്പോൾ ബ്രസീല്. ഓക്കെ, ബ്രദർ എന്ന് പറഞ്ഞാൽ ബ്രസീല്, സൗത്ത് ആഫ്രിക്ക, പേരിൽ നിന്ന് കേട്ട് സൗത്ത് ആഫ്രിക്കയിലാണ് അമ്മയെന്ന് പറയുമ്പം അമേരിക്ക. ഇതാണ് ഓർഡർ. ഓക്കെ, ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇന്ത്യയുടെ വർഷവും എഡിഷനും. 2023 18ാമത്തെ എഡിഷൻ ആണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? G20 ഉൾപ്പെട്ട രാജ്യമാണ്. ഇവിടെ ബ്രദറിൽ നിന്ന് നമുക്ക് ബ്രസീൽ കിട്ടി. ഓക്കെ, G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ലാത്തത് കൊണ്ടാണ് ഇന്തോനേഷ്യയിലും ഇന്ത്യയിലും ബ്രസീലിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ വെച്ച് നടത്തുന്നത്. ഓക്കെ, അപ്പൊ സ്ഥിരമായ ആസ്ഥാനമില്ല, അതും ശരിയാണ്. ഈ G20 രൂപീകരിച്ചത് 1999 98 അല്ല. ഓക്കെ, ഈ എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്തുന്നുണ്ട്, എല്ലാ വർഷവും നടത്തുന്നുണ്ട്. ഇത് 23 22 ഇന്തോനേഷ്യയിൽ നടന്നത്, 24 ബ്രസീലിലാണ് നടക്കുന്നത്, 2025 സൗത്ത് ആഫ്രിക്കയിലാണ്, 2026 അമേരിക്കയിൽ നടക്കുന്നത്. ഒന്നുമില്ല, 2023 ഇന്ത്യ ഫിക്സ് ചെയ്യുക. മേലോട്ടും താഴോട്ടും കൂട്ടിയും കുറച്ചും അങ്ങ് വെച്ചാൽ മതി. എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യനും കിട്ടുവേ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എത്ര ചോദ്യമായി? 4 ചോദ്യമായിട്ടുണ്ട്. ഇപ്പോൾ 4 ചോദ്യമായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ്. ഓക്കെ, 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യത്തിൽ ഉൾപ്പെട്ട അച്ചുതണ്ട് ശക്തികൾ ആരൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ക്ലാസ്സിലെ ഏത് ക്ലാസ് ഒക്കെയാന്ന് വെച്ചാൽ ഏപ്രിൽ 3 മെയ് 9 ക്ലാസ്സുകളിൽ നമ്മൾ നാസിയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ്സിൽ നമ്മൾ നാസിസത്തിന്റെ സിമ്പല് ജേഴ്സിയിൽ ഉപയോഗിച്ചത് നിരോധിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചപ്പോൾ അന്ന് നിങ്ങളുടെ കൂടെ ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK ഇപ്പോൾ PSC ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK. അപ്പൊ നിങ്ങൾ ഈ നാസി കണ്ടതുകൊണ്ട് നിങ്ങൾ 2ാം ലോക മഹായുദ്ധം ഡീറ്റെയിൽ ആയി എടുത്തു വെച്ച് പഠിക്കണം. SCRT-ക്കകത്തുള്ളത് പഠിച്ചാൽ മതി. SCRT-യിലെ 10ാം ക്ലാസ് എത്രയാണ്? 10ാം ക്ലാസ്സിലെ ആദ്യത്തെ 2 ചാപ്റ്റർ, ലോകം 20ാം നൂറ്റാണ്ടിലും അങ്ങനെ 2 ചാപ്റ്റർ ഉണ്ടല്ലോ, ആ 2 വേൾഡ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ മാത്രം നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യം വന്നത്. അപ്പൊ എത്ര ചോദ്യം പറയാം? നമുക്ക് 5 ചോദ്യം പറയാം. ഓക്കെ, 5 ചോദ്യം ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആര്? ഇത് നമ്മൾ ഗോൾഡ് ലൈവിലും പറഞ്ഞു, യൂട്യൂബിലും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും പറഞ്ഞ കാര്യമാണ്. ഇത് പറയാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷീന റാണീനെ നമ്മൾ ഇന്ത്യയുടെ ദിവ്യപുത്രി എന്ന് വിശേഷിപ്പിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ റോക്കറ്റ് വനിത ഋതു കരിന്താൾ ശ്രീവാസ്തവയാണെന്ന് പറഞ്ഞു. അതേ കണക്ക് റോക്കറ്റ് വുമന്റെ കാര്യം പറഞ്ഞു, റോക്കറ്റ് മെൻ കാര്യം പറഞ്ഞു. അതേ കണക്ക് മിസൈൽ മാൻ നമ്മുടെ APJ അബ്ദുൽ കലാം ആണെന്ന് പറഞ്ഞു. മിസൈൽ വുമൺ ടെസി തോമസിന്റെ കാര്യമൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഇതും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് 6ാമത്തെ ചോദ്യമാണ്. ഓക്കെ അല്ലെ? ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ള 6ാമത്തെ ചോദ്യമാണ്. ഇനി കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആര്? ഇത് നമ്മൾ വനിതാ രത്ന പുരസ്കാരം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഇതും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ളതാണ്. ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്
ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എത്ര ചോദ്യമായി? 7ാമത്തെ ചോദ്യമാണ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതാ രത്ന പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ്. ഇത് നമ്മൾ പഠിച്ചതാണ്, ജിലിമോൾ മാരിയറ്റ് തോമസ്. ഓക്കെ, ഇനി കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതെന്ന് പറയുന്നത്? ആശിഷ് ജിതേന്ദ്ര ദേശായി, AJ ദേശായി. ഓക്കെ, ഇത് നമ്മൾ റിലേറ്റഡ് ഫാക്ട് ആയിട്ട് പഠിച്ച കണ്ടന്റ് ആണ്. നമ്മുടെ നാവികസേനയുടെ മേധാവിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള വ്യക്തി, 25ാമത്തെ നാവികസേനാ മേധാവി R ഹരികുമാർ മാറി. അവിടെ ഇപ്പൊ ആര് വന്നു? ദിനേശ് കുമാർ ത്രിപാഠി വന്നു. അത് പഠിച്ച അതിന്റെ റിലേറ്റഡ് റിവിഷൻ ഒക്കെ വന്നപ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞ പോയിന്റ് ആണ് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണെന്ന്. ഓക്കെ, അപ്പൊ 8 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത്. അതും ഓക്കെ. ഇനി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? LDC ഷുവർ ഷോട്ട് എടുത്തപ്പോഴത്തേക്ക്, LDC ഷുവർ ഷോട്ട് നമ്മുടെ മാരത്തോൺ എടുത്തപ്പോഴത്തേക്ക് ഓബിറ്ററീസ് ആരെയൊക്കെ പ്രധാനമായി നോക്കണം എന്ന് പറഞ്ഞതിനകത്ത് ഉമ്മൻചാണ്ടിയെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണിത്. അപ്പൊ ഇത് എത്ര ചോദ്യമായി? 9 ചോദ്യമായി. ഞാൻ കറക്റ്റ് ആയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ രീതി എങ്ങനെയാണ്? പത്രവാർത്ത നമ്മൾ അരിച്ചു വറക്കി പഠിക്കും അല്ലേ? പത്രവാർത്ത അരിച്ചു വറക്കി പഠിച്ചിട്ട് അതിനകത്തുനിന്ന് GK വരാൻ സാധ്യതയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ആ ടോപ്പിക്ക് അന്ന് തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ? പറയുന്നില്ലേ? യെസ്, പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് ഫ്രീക്വന്റ്ലി റിവിഷൻ കൊണ്ടുവരുന്നില്ലേ? അങ്ങനെ റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതെ വീണ്ടും കിട്ടും, സെറ്റായി വരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിൻ ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ തൊഴിൽ വാർത്ത ഉൾപ്പെടുത്തുമ്പോഴും തൊഴിൽ വീതിയും ഈ PSC ബുള്ളറ്റിൻ എന്നൊക്കെ പറഞ്ഞ എന്താ? തൊഴിൽ വാർത്ത, തൊഴിൽ വീതി ആഴ്ചയിൽ ഒരിക്കൽ വരുന്നതാ. അതായത് നമ്മൾ ഈ പഠിക്കുന്ന ഈ കറണ്ട് അഫയേഴ്സ് പത്രത്തിൽ വരുന്ന സാധനം തന്നെയായിരിക്കും തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിൽ ഷോർട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വീണ്ടും അവിടെ റിവിഷൻ ആവുകയാണ്. തൊഴിൽ വാർത്ത ഒരു റിവിഷൻ, തൊഴിൽ വീതി പിന്നെ റിവിഷൻ ആവുകയാണ്. ഇത് കഴിഞ്ഞ് PSC ബുള്ളറ്റിൻ 15 ദിവസം കൂടുമ്പോഴാണ് വരുന്നത്. അതും കൂടെ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്? വീണ്ടും ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും വരുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും അത് കണ്ട് നമ്മളവിടെ റിവിഷൻ സെറ്റ് ആയിട്ട് ഉറപ്പിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതൊക്കെ കിട്ടും. നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന ഒരാൾക്ക് പോലും ഈ ചോദ്യങ്ങളൊന്നും മിസ്സായിട്ടില്ല. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇന്ത്യ ആണോ, ന്യൂസിലൻഡ് ആണോ, ചൈന ആണോ, UAE ആണോ? നമ്മുടെ April 10, 2024 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് 71ാമത് മിസ് വേൾഡ് മത്സരം എവിടെ വെച്ചാ നടന്നത്? ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇത് നടന്നപ്പോ ഞാൻ പറഞ്ഞു കുറെ നാളായിട്ട് PSC ബ്യൂട്ടി ക്യൂൻസ് ചോദിക്കുന്നില്ല, പക്ഷെ ഇനി വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയാണ് വേദി, അതുകൊണ്ട് വരും എന്ന് പറഞ്ഞിരുന്നു. ഇതും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന ചോദ്യമാണ്. ഓക്കെ, ഇപ്പൊ എത്ര ചോദ്യമായിട്ടുണ്ട്? 10 ചോദ്യമായിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. നമ്മൾ അംബേദ്കർ ഡേയുടെ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. April 12, 13 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ എത്ര ചോദ്യമായിട്ടുണ്ട്? 11 ചോദ്യമായിട്ടുണ്ട്. അംബേദ്കർ പ്രതിമ, ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ ഹൈദരാബാദാണ്. ഇത് മാത്രമല്ല, നമ്മൾ ഏതോ ക്ലാസ്സിൽ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി ഏതൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴും ഈ പോയിന്റ്സ് അവിടെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത്, ഇത് നമ്മൾ ഗോൾഡ് ബാച്ചിലും പറഞ്ഞതാണ്. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ യൂട്യൂബിൽ രാവിലെ 8:30 എടുത്തോണ്ടിരിക്കുന്ന ഡെയിലി തിങ്കൾ തൊട്ട് വെള്ളി വരെ എടുത്തോണ്ടിരിക്കുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നമ്മൾ ഇത് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? 4 ലാൻഡർ, 2 റോവർ, ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂള്, ഷേപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂള്, ഇത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ചന്ദ്രയാൻ 3യിൽ ഏതൊക്കെയുണ്ട്? 4 ലാൻഡർ ഉണ്ട്, 2 ലോവർ ഉണ്ട്, ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ ഏതാ ഇല്ലാത്തത്? ഏതാണ്? ഓർബിറ്റർ ആണ് ഇല്ലാത്തത്. ഇത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ എത്ര ചോദ്യമായി? 12 ചോദ്യമായിട്ടുണ്ട്. ഓക്കെ അല്ലേ? 12 ചോദ്യം. ഇനി താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏത് എന്ന ചോദ്യം. ഇത് നമ്മൾ രാജാ രവിവർമ്മയുടെ മോഹിനി ചിത്രം വിറ്റുപോയതുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചപ്പം നമ്മൾ അവിടെ പറഞ്ഞതാണ് രാജാ രവിവർമ്മയുടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് 2-3 ചിത്രം വിറ്റുപോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിത്രരചന ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെയിന്റിങ്സ് വരച്ച ആൾക്കാരെ നിങ്ങൾ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് തന്നെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ്
റിലേറ്റഡ് GK ആണ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK ഭാഗത്തു നിന്ന് വന്നതാണ്. ഗ്രാമീണ ജീവിതം ഏതാണ്? അമൃത ഷെർഗിലിന്റെ ആണ്. ഓക്കെ, അപ്പൊ ഇത് എത്ര ചോദ്യമായി? 13 ചോദ്യങ്ങളായിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? ഇപ്പൊ റെക്കോർഡ് കാണുന്ന ഈ ക്ലാസ് കാണാൻ നിങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ദിവസത്തെ ക്ലാസ്, ഓക്കെ, ഇന്ന് ഏത് ദിവസമാണ്? ഇന്ന് 18-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് എടുത്തേക്കുന്ന സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, 18, 19 തീയതികളില് മെയ് 18, 19 തീയതി ക്ലാസ്സിലെ ലൈവ് സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ആ ലൈവിൽ മറ്റുള്ള കുട്ടികൾ കമന്റ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ലൈവിൽ ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അവർക്ക് കിട്ടിയോ ഇല്ലയോ, അവർ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ കറക്റ്റ് ആയിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. ഡൗട്ട് ഉള്ളവർ അവിടെ ചെന്ന് നോക്കുക. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ അമൃത ഷെർഗിലെ ഗ്രാമീണ ജീവിതം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വന്നതാണ് 13 ചോദ്യം. ഓക്കെ, ഇനി നമ്മുടെ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023 ആണ്. 2023 നമ്മുടെ മില്ലറ്റ് മാൻ സന്തോഷ് മരിച്ചിരുന്നു. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് നമ്മൾ ഏപ്രിൽ 19, 20 തീയതിയിലെ കറണ്ട് അഫയേഴ്സിൽ പറയുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എത്രയാണ്? 14 ചോദ്യങ്ങളായിട്ടുണ്ട്. ഓക്കെ, ഇതും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് എന്താണ്, ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് വന്നതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്തത്, സംസ്ഥാന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതി നമ്മൾ ഏതിൽ പഠിച്ചു? നമ്മുടെ ഹെൽത്ത് മിഷൻസ്, ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ നമ്മുടെ ആപ്പിൽ എടുത്തിട്ടുണ്ട്. CPO റിവിഷന് വേണ്ടി ആപ്പിൽ എടുത്തതാണ്. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചപ്പോൾ സ്കീംസ് വ്യക്തമായിട്ട് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് മറന്നു പോവാതിരിക്കാൻ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇടയ്ക്ക് മുറയ്ക്കും ഒക്കെ റിവിഷൻ ചെയ്ത് കൊണ്ടുവന്ന സംഭവമാണ്. അപ്പോൾ ഒരുപാട് ക്ലാസ്സസിൽ ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ഡേറ്റ് ആണെന്ന് ഞാൻ വെക്കുന്നില്ല. അപ്പൊ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ആർദ്രം പദ്ധതി നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 15 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായിട്ടുള്ള ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതും നമ്മൾ എൻട്രി പഠിച്ചതാണ്. ഏതാണ് ഇത്? താരപഥങ്ങളെ അല്ലെങ്കിൽ ക്ഷീരപഥങ്ങളെ പറ്റി പഠിക്കാനാണ് ഈ ജെയിംസ് വെബ് പോയത്, ഈ ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ആ ഒരു ഒറ്റ സെന്റൻസ് ആണ് പഠിച്ചത്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് റിലേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ക്ഷീരപഥങ്ങളെ പറ്റി പഠിക്കണമെങ്കിൽ ഒരിക്കലും അത് ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങില്ല. അങ്ങനെ കറങ്ങുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ഭൂമിയെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഉപഗ്രഹങ്ങളാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്. അപ്പൊ ഇത് അതിന്റെ അപ്പുറം പോയതല്ലേ? അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഡി ഓപ്ഷൻ തെറ്റാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ എത്രയായി? 16. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കും. നമ്മളിപ്പോ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ വരും എന്നൊന്നും പറയാനൊന്നും പറ്റൂല. അത് എങ്ങനെ വേണേലും കറക്കി ചോദിക്കാം. നമുക്ക് ലോജിക്കും കൂടെ കുറച്ച് വേണം. നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ഇതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ആ കണ്ടന്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് വെച്ച് ലോജിക്കായിട്ട് ചിന്തിച്ചാലും കിട്ടാവുന്ന ചോദ്യമാണ്. മനസ്സിലായോ? ഒരിക്കലും ഭൂമിക്ക് ചുറ്റും കിടന്ന് കറങ്ങിയാൽ നമ്മുടെ താരാപഥങ്ങൾ അല്ലെങ്കിൽ ക്ഷീരപഥങ്ങൾ നിരീക്ഷിക്കാൻ പറ്റൂല. ഓക്കെ, അത് മനസ്സിലാക്കിയെടുത്ത് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു. ഇനി കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര്. ഇതും നമ്മൾ പഠിച്ചതാണ്. ഇതില് സ്പർശും ബാലമിത്രയും കുഷ്ഠമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് നമ്മൾ പഠിച്ചു. ഓക്കെ, സ്പർശം എന്താണ്? സ്പർശം ഓൾറെഡി രോഗമുള്ളവർക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് സ്പർശ്. അപ്പൊ നമ്മുടെ ചോദ്യം അങ്ങനെയാണോ? ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗത്തെ കണ്ടെത്താനല്ലേ? അപ്പൊ ഓൾറെഡി ഉള്ളവർക്കുള്ളയാണോ? അല്ല, അത് സ്പർശല്ല. അപ്പൊ ബാലമിത്ര നമ്മൾ പഠിച്ചാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം, കുഷ്ഠരോഗത്തെ പറ്റിയുള്ള ബോധവൽക്കരണ പദ്ധതിയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ആ പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. ഇതും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് വന്നതാണ്. സ്കീംസ് എന്ന് പറയുന്ന ഹോട്ട് ടോപ്പിക് എടുത്തപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ടോപ്പിക്കാണ് ബാലമിത്ര. ഓക്കെ, അപ്പൊ നമ്മുടെ പല ക്ലാസ്സുകളിൽ നമ്മൾ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. സ്കീംസ് നിങ്ങൾ എടുത്തു വെച്ച് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ നാളെ തൊട്ടെങ്കിലും ഇനി കറക്റ്റ് ആയിട്ട് രാവിലെ 8:30 ക്ലാസ്സിൽ വരാൻ നോക്കുക. നമ്മുടെ ക്ലാസ് പക്കയായിട്ട് ഫോളോ ചെയ്ത് വരിക കേട്ടോ. ഇനി സിയാച്ചിലിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ഇതും നമ്മൾ പഠിച്ചാണ് ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് എന്നുവെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സിയാച്ചിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ദാ കിടക്കുന്നു. നമ്മൾ ആദ്യത്തെ വനിതാ ഓഫീസർമാരെയും ആദ്യത്തെ വനിതകളെ എല്ലാം കൂടെ ചേർത്ത് ഒരു സെക്ഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് വന്ന ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ഈ
ഇത് അന്നത്തെ ക്ലാസ്സിൽ എടുത്ത സ്ലൈഡാണ്. അപ്പൊ സിയാച്ചിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ, അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര ചോദ്യമായി? 18 ചോദ്യമായി. ഏതാണ് ഉത്തരം? ക്യാപ്റ്റൻ ഗീതിക കൗള്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത്, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഇത് മെയ് 13-ാം തീയതി നമ്മൾ യൂണിയൻ ബജറ്റ് പഠിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ യൂണിയൻ ബജറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഓൺലൈൻ ഗെയിമുകൾക്ക് 30% ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന്. ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഇനി നടത്താൻ പോകുന്ന ഓരോ കാര്യങ്ങൾക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്യണം, എത്ര ചെലവാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണക്കൂട്ടുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന റേറ്റിന് മുകളിലോട്ട് എന്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല? ഈ സ്ലാബ് കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ എത്രയാണ് നമുക്ക് ഊഹിച്ചൂടെ? എത്രയാണ്? 30 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28 ആയിരിക്കും സ്ലാബ് കേട്ടോ. അപ്പൊ എന്താണ്? ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 30%. ബജറ്റിൽ പറയുന്നത് 28%. അതുകൊണ്ട് സ്ലാബ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 19 ക്വസ്റ്റ്യൻ. ഇത് ഇൻഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് എന്ന് പറയാൻ പറ്റൂല, ഇൻഡയറക്റ്റ് ചോദ്യമാണ്. ഇത് കുറച്ച് ചിന്തിക്കണം. ഇതിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ വരൂ എന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ. അപ്പൊ 19 ചോദ്യമായിട്ടുണ്ട്. ഇനി നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? ഇത് നമ്മൾ കൊറോണ പഠിച്ചപ്പോൾ, കൊറോണയായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നപ്പോൾ നിപ്പയുമായിട്ട് ബന്ധപ്പെട്ടും കറണ്ട് അഫയേഴ്സ് വന്നിട്ടുണ്ട്. നിപ്പ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്താണ്? നിപ്പ ഇപ്പൊ റീസെന്റ് ആയിട്ട് വീണ്ടും കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിപ്പയും PSC ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ വരുന്നുണ്ട്, അതുകൊണ്ട് PSC അത് ചോദിക്കും, നിപ്പ പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ, നമ്മുടെ ക്ലാസ്സിൽ വാമൊഴിയായിട്ട് പറഞ്ഞ കാര്യമാണ്. വാമൊഴിയായിട്ട് പറയാണ്, സ്ലൈഡിലില്ല, നമ്മൾ വാമൊഴിയായിട്ട് കൊറോണ വന്നപ്പോൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് നിപ്പയുടെ ഈ ഒരു ചോദ്യം. ഓക്കെ അല്ലേ? 20 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? കൽക്കരി പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതെല്ലാം നശിച്ചു പോകും കേട്ടോ. പാരമ്പര്യമായിട്ട് കിട്ടുന്നതെല്ലാം നശിച്ചു പോകാവുന്ന സാധനങ്ങളാണ് എന്ന് വിചാരിക്കുക. അപ്പൊ കൽക്കരി, പെട്രോളിയം ഒക്കെയാണ് പാരമ്പര്യം വരുന്നത്. അപ്പൊ ഇത് പാരമ്പര്യേതര അല്ല. ഓക്കെ. തിരമാല നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പാരമ്പര്യേതരയാണ്. 2 ശരിയാണ്. സൂര്യൻ നശിച്ചു പോവോ? ഇല്ല, സൂര്യൻ പാരമ്പര്യേതരയല്ല, പാരമ്പര്യേതരയാണ്. അപ്പൊ 1ഉം 3ഉം തെറ്റാണ്. ഏതാണ് ഉത്തരം? 2 മാത്രം. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതെങ്ങനെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ വന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യ ഇപ്പോൾ സൗരോർജ ഉൽപാദനത്തില് 3ാം സ്ഥാനത്തായിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇത് റിലേറ്റ് ചെയ്ത് അത് പഠിക്കണമെന്ന്. അപ്പൊ അത് പഠിച്ചവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യവും കിട്ടും. ഇത് 21ാമത്തെ ചോദ്യം. അതായത് നമ്മുടെ ക്ലാസ്സിൽ 22 ചോദ്യം ഉണ്ടായിരുന്നു. അത് ഇച്ചിരി ഇൻഡയറക്റ്റ് ആയതുകൊണ്ട്, ഇച്ചിരി കൂടെ കറങ്ങി വന്നതുകൊണ്ട്, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കി. ഓക്കെ. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ഇനിയും ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ്, അടുത്തൂടെ പോയതേ ഉള്ളൂ, സംഭവം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം 21 ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ വന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഈ കൂലി വർക്കർ LGS എക്സാമിന് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നിന്ന് മാത്രമാണ് ഇത്രയും ചോദ്യം. ഓക്കെ. ഇനി ഇതിനകത്ത് ഉൾപ്പെടാത്ത ബാക്കി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അർച്ചന മിസ്സും ജയകൃഷ്ണ സാറും എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം നമ്മുടെ ഈ ഒരു എക്സാമിന് കണക്കൂട്ടി പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാമിന് 33 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ആൻഡ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK ഭാഗത്ത് നിന്ന് വന്നു. ഓക്കെ. 33 ചോദ്യങ്ങൾ. ഇതിൽ 21 ചോദ്യങ്ങൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നിന്നാണ് വന്നത്. 2 മാസമേ ആയിട്ടുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. നമുക്ക് 2023 ഇനിയും തീർക്കാനുണ്ട്. ജൂലൈ ആകുമ്പോഴത്തേക്ക് തീരത്തോളൂ. ഓക്കെ. അതും കൂടെ തീരുമ്പോഴത്തേക്ക് ഈ ബാക്കി നമുക്ക് മിസ്സായിട്ടുള്ള ചോദ്യങ്ങളും കൂടെ അതിനകത്ത് തന്നെ കവറായിട്ട് വരും. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക? ഡെയിലി രാവിലെ 8:30, തിങ്കൾ തൊട്ട് വെള്ളി വരെ രാവിലെ 8:30 എൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ടായിരിക്കും. ശനി ഞായർ തീയതികളിൽ അർച്ചന മിസ്സും ജയകൃഷ്ണൻ സാറും വീക്കെൻഡ് റിവിഷൻ ക്ലാസ് ആയിരിക്കും തരുന്നത്. അപ്പൊ ആവശ്യമുള്ളവർ രാവിലെ 8:30 തന്നെ എത്തിച്ചേരാനായിട്ട് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ചെയ്യുന്നത് 4 ന്യൂസ് പേപ്പർ. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാൻ എത്രമാത്രം സമയമാണ് കളയുന്നത് അല്ലേ? ന്യൂസ് പേപ്പർ വായിക്കോ? മിക്കവരും വായിക്കൂല. ന്യൂസ് പേപ്പർ എന്നൊക്കെ അലർജിയാണ്.
ന്യൂസ് പേപ്പറിൽ നിന്നാണ് ഇപ്പോൾ PSC എല്ലാ ചോദ്യങ്ങളും, കറണ്ട് അഫയേഴ്സിലെ എല്ലാ ചോദ്യങ്ങളും ന്യൂസ് പേപ്പർ ഫാക്ട് തന്നെയാണ് ചോദിക്കുന്നത്. 4 ന്യൂസ് പേപ്പറുകളാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. മലയാള മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, മാധ്യമം. ഈ 4 ന്യൂസ് പേപ്പറാണ് നമ്മൾ നിലവിൽ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും അരിച്ചു പറക്കിയാണ് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കൊണ്ടുവരുന്നത്. ഇത് കൂടാതെ നമ്മൾ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിൻ കൊണ്ടുവരും. ഇത് ഈ നമ്മൾ പഠിച്ച പത്രവാർത്തയിൽ നിന്നുള്ള കണ്ടന്റിന്റെ റിവിഷൻ ആയിരിക്കും ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് റിവിഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ സംഭവവും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നോ ആ സാധനം മൊത്തം നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഗുഡ് ബൈ.